നിലവാരമില്ലാത്ത പൊട്ടവിമാനം ഗവൺമെന്റിനെ അടിച്ചേൽപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത പീപ്പിൾസ് പാർട്ടിക്കെതിരെ ആഹ്വാനം ചെയ്തിരിക്കുന്ന കുരിശുയുദ്ധം നാളെ രാജ്യവ്യാപകമായി ആരംഭിക്കുവാനാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. സോമേന്ദ്രജി, തപോവനത്തിൽ നിന്ന് ഡീലിന്റെ രഹസ്യങ്ങൾ എങ്ങനെ പുറത്തുപോയി? പ്രതിപക്ഷം നമുക്കെതിരെ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുക. ഉരയ്ക്കുന്ന നായ്ക്കളെ തളയ്ക്കാനുള്ള ഔഷധം അന്വേഷണ കമ്മീഷൻ ഉത്തരവിടൂ. പീപ്പിൾസ് പാർട്ടി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന കോസ്മോസ് ഇൻകോ വിമാന കരാറിലെ അഴിമതിയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ജുഡീഷ്യൽ അന്വേഷണം ഇരുതല വാളാകുമോന്ന എന്റെ പേടി. ഇത് വെറും ഒരു പ്രഹസനം മാത്രം. സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട് എഴുതിയുണ്ടാക്കുന്നത് നമ്മളായിരിക്കും. അങ്ങ് ഈ ക്രൈസിസ് ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാക്കളെ ഒളിച്ചു മടക്കാം. ജനങ്ങളുടെ കണ്ണും കാതും മൂടിക്കെട്ടാനൊക്കില്ല. ഇതിന്റെ ഫാൾ ഔട്ട് പാർട്ടിയെ വേട്ടയാടും. മിസ്റ്റർ ജെ കെ, ഒന്നും മിണ്ടാതിരിക്കണം. ജനങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പാർട്ടിക്കറിയാം. അതെനിക്കും അറിയാം അനിയ. പ്രസിഡന്റും മിനിസ്റ്ററും ചേർന്ന് വാങ്ങിയ 1000 കോടി കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള ധാർമ്മികമായ അവകാശം പാർട്ടി പ്രവർത്തകർക്കുണ്ട്. തന്നെയൊക്കെ എംപിമാരും MLA-മാരും ആക്കാനും, മേടകളിൽ നിന്ന് വിളിച്ചു പോകുമ്പോൾ 1000-ങ്ങളെ കൂട്ടാനും, റാലികൾക്ക് ലക്ഷങ്ങളെ അണിനിരത്താനും ഒക്കെ പാർട്ടി ആഫീസിന്റെ മുറ്റത്ത് തുലുത്തിയാൽ പണം വീഴുന്ന മരങ്ങളൊന്നുമില്ല. അതിന് പാർട്ടിക്ക് ഫണ്ട് വേണം. അതുണ്ടാക്കാൻ 1000 അല്ല 5000 കോടി രൂപ ഉണ്ടാക്കാനുള്ള വഴി നോക്കേണ്ടി വരും. ഇത്തരത്തിലുള്ളൊരു നാറിയ ഫണ്ട് ശേഖരണം എന്തിനാ ജയിക്കാൻ? പാർട്ടി ജനങ്ങളെ സേവിക്കാനാണെന്ന് ബോധ്യപ്പെട്ട അവരെ ഇറക്കുമതി ചെയ്യണമെന്നില്ല. അവർ പാർട്ടിയോടൊപ്പം ഉണ്ടാകും. ഒന്ന് ഞാൻ തുറന്നു പറയട്ടെ, പാർട്ടി ഫണ്ടിന്റെ ലേബലിൽ ശിശു ബാങ്കിലെ അങ്ങയുടെ ഫെദർ ഫ്ലൂട്ട് എന്ന അക്കൗണ്ട് പണം കൊണ്ട് നിറക്കിയല്ലേ? ഫെദർ ഫ്ലൂട്ട് തന്റെ അമ്മയുടെ നായർക്കോ ചവപ്പെട്ടി തന്നെ അണ്ണാക്കിയ. ധർമ്മ, നീ ജനിക്കുന്നതിന് മുമ്പ് ശംഖിന്റെ കൊടി പിടിച്ചവനാ ഞാൻ. ഈ പാർട്ടി കെട്ടിപ്പടുത്തതിന്റെ പിന്നിൽ ഒത്തിരി മഹാത്മാക്കളുടെ ത്യാഗത്തിന്റെ ഈറ്റുകവുമുണ്ട്. കാലുപൊക്കി ഗുണ്ടായസം കാണിക്കുന്നവരുടെ കാല് വെട്ടാൻ ജനങ്ങൾ ഉണരും. സാബ് കിസിനെ ഈ कैसेट दिया है? ठीक है. ജുഡീഷ്യൽ എൻക്വയറി എന്ന പുളിക്കുന്ന മുന്തിരി കാട്ടി പ്രതിപക്ഷത്തെ കൊരങ്ങന്മാരെ ഒതുക്കിയല്ലേ? കൺഗ്രാറ്റുലേഷൻസ് ജെ കെ സാബ്. അത്ര എളുപ്പം താൻ തോൽക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരൊറ്റ ബുള്ളറ്റ് മതി നിന്നെ തീർക്കാൻ. ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. നിന്റെ ഈ കളിയുണ്ടല്ലോ, നീ നന്നായി കളിക്ക്. നിന്റെ ജീവൻ അവധി. അതുവരെ. Good evening, doctor. It's a beautiful car. Huh. Good music. ലോക്ക് ഓഫീസർ, നിങ്ങളുടെ CBIയുടെ പിത്തലാട്ടമൊന്നും ഡോക്ടർ ചന്ദ്രാജിയോട് വേണ്ട. Come on, tell what the hell you want. ഡോക്ടർക്ക് ഈ കാർ എവിടുന്ന് കിട്ടി? ഞാൻ കാശ് കൊടുത്തു വാങ്ങി. നോ, നിങ്ങൾക്ക് ഇതാരോ സമ്മാനിച്ചതാണ്. നോൺസെൻസ്. ഇത് ഈ കാറിന്റെ RC ബുക്കിന്റെ ഡീറ്റെയിൽസ്. ഇതിന്റെ ഫസ്റ്റ് ഓണർ മിസ്റ്റർ ധർമ്മൻ, പീപ്പിൾസ് പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ്. What's your relationship with him? It's none of your business. Get out. Take the car. No. Okay. കലിമുള്ള, നാളെ ഈ കേസ് അന്വേഷിക്കാൻ അവൾ ജീവിച്ചിരിക്കരുത്. मैम साहब, आपकी गाड़ी तैयार है. Thank you.
हम अभी आ रहे हैं। ओके, ओवर। अखिला फ्रॉम सीबीआई। जेल में सदा खटने वाला ये मुझे खून करने के लिए बाहर आया, इसको गिरफ्तार करो। कुत्ते का बच्चा, क्या नाम है तेरा? कोबरा। कोबरा? कुलचरण सिंह कोबरा। कोबरा तेरी बाप। हट साला। മിസ്റ്റർ ജയിലർ, ഭാട്ടിയ ബ്രദേഴ്സ് കൊലക്കേസിലെ പ്രതി ഗുരുചരൺ സിംഗ് കോബ്രയെ ഞങ്ങൾക്ക് കാണണം. ദിസ് ഇസ് ദ ഓർഡർ. Come on. Come on, show me. लड़के बहुत सुंदर हो तो। और आओ जी। ഇൻസ്പെക്ടർ, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പ്രതി എവിടെ? ഗുർചരൺ സിംഗ് കോബ്ര. കോബ്ര എന്റെ സ്റ്റേഷനിലോ? യെസ്. എന്താ മാഡം, മൂർഖൻ പാമ്പ് വല്ല കുറ്റിക്കാട്ടിലോ കാഴ്ച ബംഗ്ലാവിലോ അല്ലേ ഉണ്ടാവൂ? തുമാരി കോബ്ര ഏ പോലീസ് ഥാന മേ നഹീ. You shut up. ഇൻസ്പെക്ടർ പാഷ. യെസ്.
ഇവിടെ ഇരുന്ന് ഭരണചക്രം തിരിച്ച് ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന നിന്റെ രാജാക്കന്മാരോട് ചെന്ന് പറഞ്ഞേക്ക് അവന്റെയൊക്കെ ഗതി ഇതായിരിക്കുമെന്ന്. ഗുഡ് മോർണിംഗ് അയൺ ബട്ടർഫ്ലൈ. ഐ എം സിദ്ധാർത്ഥ. നിന്നെ കൊല്ലാൻ സെൻട്രൽ പ്രിസണിൽ നിന്നെത്തിയ കോബ്രയുടെ നിന്റെ മുഖത്തെ പാഷ കാർക്കിച്ചു തുപ്പി. നീ അവിടെ പ്രതികരിച്ചിരുന്നെങ്കിൽ നിന്നെ കുളിപ്പിച്ചവർ കരോൾബാഗ് പോലീസ് സ്റ്റേഷൻ കിടപ്പറയാക്കി കൊണ്ടാടിയെന്ന്. മൈ ഡിയർ ഓഫീസർ, നിന്റെ ബുദ്ധിയും കരുത്തും എനിക്ക് തരൂ. നമുക്കിവിടെ പുതിയൊരു വിപ്ലവം തുടങ്ങാം. A new revolution. Shut up! രാഷ്ട്രീയക്കാരന്റെ നക്കാപ്പിച്ചയ്ക്ക് വാലാട്ടുന്ന ഒരു പീറ പോലീസുകാരൻ കൊഞ്ഞനും കുത്തിയെന്ന് വെച്ച് ഞാൻ മുട്ടുമടക്കില്ല. ഐ വിൽ ഫൈറ്റ് ടു ദ ഫിനിഷ്. സർ, ഇന്നത്തെ സ്കൂപ്പ് കണ്ടോ? ജസ്റ്റിസ് ശർമ്മയുടെ ബ്ലീഡിംഗ് നേഷൻ പുറത്തു വരാൻ പോകുന്നല്ലോ. വരട്ടെ. ഈ രാജ്യത്തിന്റെ ജീർണിച്ച കാലാവസ്ഥയിൽ അത്തരം പുസ്തകങ്ങൾ പുറത്തു വരണം. क्या आपकी पार्टी इस पे अड़ी हुई है? വി ആർ ടോട്ടലി കമ്മിറ്റഡ് ടു ദി എലിമിനേഷൻ ഓഫ് ക്രിമിനലൈസേഷൻ ഇൻ പൊളിറ്റിക്സ്. സർ, ആ ഗ്രന്ഥത്തിൽ താങ്കളെ കുറിച്ച് അപകടകരമായ പ്രസ്താവനകളുണ്ടെന്ന് ശ്രുതിയുണ്ട്. ഒരു പുസ്തകത്തിൽ രണ്ടു വാക്ക് എഴുതിയെന്ന് കരുതി എന്റെ പ്രതിച്ഛായക്ക് എന്തുണ്ടാകാനാ? മേഘങ്ങൾ സൂര്യനെ മറയ്ക്കാറില്ല. അഹിംസയുടെ അവതാരമായ മഹാത്മജി കിടന്ന ജയിൽ അതിന്ന് ഹിംസയുടെ പര്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാറി മാറി രാജ്യം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമസ്തേ ശർമാജി. ഈ ജയിൽ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഇരിക്കാം. കാല് സുഖപ്പെട്ടു വരുന്നു അല്ലേ? ആ, സുഖം പ്രാപിച്ചു വരുന്നു. സാറ് പുറത്തിറക്കാൻ പോകുന്ന ഗ്രന്ഥം ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാക്കുമോ എന്ന് പാർട്ടിക്ക് സംശയമുണ്ട്. പ്രതിസന്ധികളിലൂടെ നീങ്ങുന്ന നമ്മുടെ ഈ രാജ്യത്തിന് ഇപ്പോ ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കാനാവില്ല. പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നത് എന്തും ഈ ഘട്ടത്തിൽ അപകടകരമാണ്. അർദ്ധരാത്രിക്ക് എങ്ങാനും വരുന്നതായിരുന്നു നല്ലത്. ഈ ഒരു നല്ല പ്രഭാതം തന്നെ വേണമായിരുന്നോ ഇത് പറയാൻ? 3 മാസം കഴിഞ്ഞാൽ പൊതുതിരഞ്ഞെടുപ്പാണ്. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ റൂളിംഗ് പാർട്ടിയായ നമ്മൾ തന്നെ അധികാരത്തിൽ വരേണ്ടതുണ്ട്. പൊതുജന മധ്യത്തിൽ റൂളിംഗ് പാർട്ടി അപഹാസ്യമാക്കുന്ന ഈ പുസ്തകം പുറത്തിറക്കുന്നതിൽ നിന്നും അങ്ങ് പിന്തിരിയണമെന്നൊരു അപേക്ഷയുണ്ട്. രാജ്യത്തിന്റെ നാടിജനമാണല്ലോ നമ്മുടെ പാർട്ടി. ആരാ പ്രസിഡന്റിനെ ഇത് പഠിപ്പിച്ചേ? റൂളിംഗ് പാർട്ടി എന്നല്ല, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അറബിക്കടലിൽ മുങ്ങിപ്പോയാലും ഈ രാജ്യത്ത് ഒന്നും സംഭവിക്കില്ല. ഞാൻ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ആളാണ്. ശക്തമായൊരു ഭരണത്തിന് ശക്തമായൊരു പാർട്ടി വേണം. ആ പാർട്ടിയെ ജനങ്ങൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കെതിരായി അണികൾ ചിന്തിച്ചു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. ആ ചിന്തയ്ക്ക് വളമിട്ട് കൊടുത്താൽ അതവരെ കൂടുതൽ സ്വാതന്ത്ര്യബോധമുള്ളവരാക്കും. അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമാണ്. നേതാവേ, നിങ്ങളുടെ ഈ സിദ്ധാന്തം പുഴുങ്ങി വല്ല പന്നിക്ക് വിട്ടുകൂടെ? ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വാതന്ത്ര്യമാ. പാർട്ടി ഇല്ലെങ്കിലും ജനങ്ങളാണ് പ്രധാനം. പട്ടി പറക്കുന്ന പോലെ പാർട്ടി ഉണ്ടാക്കി അവരവരുടെ സൗകര്യത്തിന് ഡെമോക്രസിയെ വ്യാഖ്യാനിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ മുഖത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടിയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം. സാറിന്റെ ഈ ആവേശവും അറിവുമൊക്കെ കുറെ കൂടെ ഫലപ്രദമായി രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്രയോജനപ്പെടുത്തണം. കള്ളക്കടത്തിന്റെയും മയക്കുമരുന്നിന്റെയും കൊലപാതകങ്ങളുടെയും ഒക്കെ കണക്കെടുക്കുന്ന കമ്മീഷനല്ല സാറിന് ചേർന്നത്. ഓഹോ, പിന്നെന്താണാവോ? സാറിനെ ഉപയോഗിക്കാൻ പാർട്ടിക്ക് വലിയ ചില പദ്ധതികളുണ്ട്. ശർമാജി, പഠിവാൻ പറയൂ, എന്ത് സ്ഥാനമാണ് അങ്ങേക്ക് വേണ്ടത്? ഗവർണർ, ഒരു അംബാസിഡർ? ആ ഭൂഗോളത്തിൽ അങ്ങൊന്ന് തൊട്ടു കാണിച്ചാൽ മാത്രം മതി. എനിത്തിങ് അണ്ടർ ദി സൺ. സൂര്യന് താഴെ എന്തും അങ്ങയുടെ കാൽ കീഴിലുണ്ടാവും. പുള്ളിപ്പുലിയെ സോപ്പ് തേച്ച് കുളിപ്പിച്ച അതിന്റെ പുള്ളി മാറില്ല. ഈ ചട്ടുകാലിന് അംബാസഡറേയും ഗവർണറേയും ഒന്നും തോപ്പി ചേരില്ല. എനിക്കങ്ങ് കോട്ടായില് ജന്മം കിട്ടിയ 1.5 ഏക്കർ പറമ്പുണ്ട്. അവിടെ ഞാനും 4 മൂട് കപ്പ കിട്ടി ഞാൻ ജീവിച്ചോളാം. സാർ എന്തോന്നാ പുളുത്തിയ തത്വശാസ്ത്രം അടിക്കുന്നത്? ഇയാളെ രാജ്യം നന്നാക്കാൻ ഇറങ്ങിയിരിക്ക. ഒരമരുന്നിന്റെ മണം മാറാത്ത വീറച്ചെറുക്ക, നീ എന്നെ തത്വശാസ്ത്രം പഠിപ്പിക്കരുത്. ശർമാജി, ധർമ്മന്റെ ഒരു ആവേശപ്രകടനമായി ഇതിനെ കരുതിയാൽ മതി. ഞങ്ങൾ അങ്ങേ ബുദ്ധിമുട്ടിച്ചു, ക്ഷമിക്കണം. വഴിതെറ്റി നേരെ ഓണിപ്പടി ഇറങ്ങുമ്പോ സൂക്ഷിക്കണം, മൂക്ക് കുത്തും. ഉണ്ണിത്താൻ,
it? Jackson, there is one more camera covering. നമുക്ക് മുമ്പ് ഈ കേസ് പഠിച്ചവർ എന്തുകൊണ്ട് ഈ സെക്കൻഡ് കാസറ്റിന്റെ സാധ്യത കണ്ടില്ല? ഐ മസ്റ്റ് ഗെറ്റ് ദാറ്റ് കാസറ്റ്. ബർത്ത്ഡേ കാസറ്റ് കണ്ടപ്പോ അതിൽ മറ്റൊരു കാസറ്റിന്റെ സാധ്യത മാഡം ശ്രദ്ധിച്ചു. അവർ അതിന്റെ പുറകെയാണ്. ഓക്കെ സർ, ഐ വിൽ ഫോളോ. റിട്ടയർഡ് ജസ്റ്റിസ് ടി.എൻ. ശർമ്മ സ്വവസതിയിൽ ഇന്നലെ വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഇത് ഒരു കൊലപാതകമാണെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ട് ജസ്റ്റിസ് ശർമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് പ്രാഥമിക അന്വേഷണം തെളിയിക്കുന്നതായി പോലീസ് വൃത്തങ്ങൾ പ്രസ്താവിച്ചു. ഇവർക്ക് നേരെ കണ്ണും കാതും നാവും അടച്ച് ഇനി നമുക്കൊരു നിമിഷമില്ല. ഈ ജയിലിന്റെ വാതിൽ ഇന്ന് നമ്മൾ തുറക്കുന്നു. അന്ത്യവിധിയും ശിക്ഷയും ജനങ്ങൾ തീരുമാനിക്കും. A revolution of the people, by the people, and for the people.